ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നട്ട് ബോൾസിൻ്റെ റെസിപ്പിയാണ്. ഹെൽത്തി നട്ട് ബോൾസ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഹെൽത്തി നട്ട് ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് 2 കപ്പ് കപ്പലണ്ടിയാണ്. പീനട്ട്സ് 250 ഗ്രാംസ് പീനട്ട്സ് ആണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മൈക്രോവേവിൽ വെച്ചിട്ടും ചെയ്യാം. മൈക്രോവേവ് വെച്ചിട്ട് 2-3 മിനിറ്റ് കൊണ്ട് നട്ട്സ് റോസ്റ്റഡ് ആവും, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ അവനിൽ വേണമെങ്കിൽ ഒരു 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുകയായിരുന്നു. ഇപ്പോൾ റോസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരെണ്ണം എടുത്ത് പുറത്തിടുക. അത് കൂളായി കഴിയുമ്പം ബൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ റോസ്റ്റഡ് ആയിട്ടുണ്ടാകും. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഈ സെയിം പാനിലേക്ക് നമുക്ക് 1 കപ്പ് ബദാം ആമണ്ട്സ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ഫ്ലെയിമിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആമണ്ട്സ് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ടോസ്റ്റ് ചെയ്തെടുക്കുകയായിരുന്നു. ഇതും ക്രിസ്പായിട്ടുണ്ട്. ഇത് മാറ്റാം. അടുത്തായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സെസമേ സീഡ്സ് ആണ്, എള്ളാണ്. അത് നമുക്കൊരു 1/4 കപ്പ് മതിയാവും. ഇതൊന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്നാവും, ചെറിയ ചൂട് മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യുക. ആ ചെറിയ ചൂട്ടിലിത് ബാക്കി ആയിക്കോളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നട്ട്സും അതേപോലെ തന്നെ എള്ളും ഒക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ നട്ട്സിനകത്തൊക്കെ നാച്ചുറലായിട്ട് ഓയിൽ ഉള്ളതുകൊണ്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതിനകത്തുനിന്ന് നാച്ചുറലായിട്ടൊരു ഓയിൽ റിലീസാവും. അതാണ് നമുക്ക് ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഉണ്ട പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു ഓയിലാണ്. അപ്പോൾ കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നട്ട്സ് തന്നെയാണ്. ലാസ്റ്റ് നമുക്ക് ജാഗറിയും കൂടി എൻ്റെ കൂടെ ചേർക്കാം. അപ്പം നമ്മൾ നോക്കുന്നൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഇച്ചിരി ഒരു നനവ് വരണം. ആ ഒരു നനവാകുന്ന വരെ അരച്ചെടുക്കുക. അപ്പോൾ എപ്പോഴും വിട്ട് പൾസ് ചെയ്ത് എടുക്കുക. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ കപ്പലണ്ടിയൊക്കെ തൊലി ഇല്ലാണ്ട് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരെങ്കിൽ തൊലി റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യാം. അതിനകത്ത് ഗുണങ്ങൾ കൂടുതലായതുകൊണ്ട് ഞാൻ തൊലിയോടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്റ്റേജ് ആകുന്ന വരെ നരച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, അതിൻ്റെ എണ്ണയൊക്കെ റിലീസ്ഡ് ആയിട്ട് നനവ് വന്നിട്ടുണ്ട്. ആ ഒരു പരുവം. ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു ബൗളിലേക്ക് ഇടാം. അടുത്ത ബാച്ചിൽ ഞാൻ അരയ്ക്കാൻ പോകുന്നത് ഒരുപാട് അരയാണ്ടാണ്. നമുക്ക് കഴിക്കുമ്പോൾ ചെറിയ ബൈറ്റ് കിട്ടാനായിട്ട് ഇച്ചിരി കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. അതിന് കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതിയാവും. ഏകദേശം ഒരു 1/3 കപ്പോളം എടുത്തു. അതൊന്ന് കോഴ്സായിട്ട് നന്നായിട്ട് അരയാണ്ട് അരച്ചെടുക്കും. ഈ ഒരു പരുവത്തിന് ഇതിലേക്ക് എള്ളും കൂടെ ചേർക്കാം. കരിപ്പെട്ടി ശർക്കരയാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ജാഗറി ഉപയോഗിക്കാം. കരിപ്പെട്ടി ശർക്കരയാണെങ്കിൽ ഒന്ന് പൊടിച്ച ശേഷം ഉപയോഗിക്കാം. ഞാനൊരു 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത്. ഇത് ചേർത്ത് ഒന്നുകൂടെ പൾസ് ചെയ്തെടുക്കാം. ഇവിടെ ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് സോൾട്ടും കൂടെ ചേർക്കുക, ഒരു നുള്ളുപ്പ്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്ലേവറായിട്ട് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതൊക്കെ ചേർക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒന്നും ചേർക്കാതുള്ള നട്ട്സിൻ്റെ ഫ്ലേവർ തന്നെ കിട്ടുന്ന രീതിയിലാണ് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോളാക്കി എടുക്കുക. നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്. ഇതേപോലെ ബാക്കിയുള്ള മിക്സർ വെച്ചിട്ടും ബോളാക്കി എടുക്കുക.
നമുക്ക് ഏകദേശം 26 നട്ട് ബോൾസാണ് കിട്ടിയേക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ലൈനേഴ്സിനകത്ത് വെച്ച് കപ്പ് കേക്ക് ലൈനേഴ്സിനകത്ത് വെച്ചിട്ട് സെർവ് ചെയ്യും. കാണാൻ ഒന്നുകൂടെ ഭംഗിയാണ്, ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഹെൽത്തി നട്ട് ബോൾസ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, അതേപോലെ ടേസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റി നട്ട് ബോൾസ് ആണ്. പിന്നെ നമുക്ക് വീട്ടിൽ സ്നാക്ക് ചെയ്യാനായിട്ട് നല്ലതാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഹാമ്പേഴ്സായിട്ട് കൊടുക്കാൻ നല്ല, ക്രിസ്മസിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ, അതുപോലെ കൊടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഈ അളവിൽ കിട്ടിയേക്കുന്നത് ഒരു 25-26 നട്ട് ബോൾസ് ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.